ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ത്യൻ മാർക്കറ്റ് അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് ബഡ്ജറ്റിൽ നിന്ന് നേരെ വീണ്ടും Q3 റിസൾട്ടിലേക്കും വീണ്ടും വെള്ളിയാഴ്ച നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചിലേക്കും, വെള്ളിയാഴ്ചയാണ് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനം, ആ തീരുമാനത്തിലേക്കും പോകുന്ന ഒരു കാഴ്ചയായിരിക്കാം മേ ബി ഈ ഒരാഴ്ച നമുക്ക് ഉണ്ടാവുക. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ US താരിഫ് ഏർപ്പെടുത്തി മെക്സിക്കോ, കാനഡ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് എതിരെ. അപ്പോൾ കാനഡ തിരിച്ചും ഒരു കൗണ്ടർ താരിഫ് US-നും ഏർപ്പെടുത്തി. അപ്പോൾ അങ്ങനെ വളരെയധികം ഈ ഒരു ട്രേഡ് വാറാണ് ഇപ്പോൾ നടക്കുന്നത്, ട്രേഡ് വാർ. അപ്പോൾ ഈ ഒരു ട്രേഡ് വാറ് ഒരിക്കലും ഒരു രാജ്യത്തിനും ഗുണകരമല്ല. അതുകൊണ്ട് തന്നെ US ഫ്യൂച്ചർ ഏകദേശം 600 പോയിൻ്റാണ് ഇപ്പോൾ ഫോൾ ആയിരിക്കുന്നത്. അതുവഴി എൻ്റെ ഗ്ലോബൽ മാർക്കറ്റിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം ബിറ്റ് കോയിൻ ഏറ്റവും ടോപ്പിൽ. എത്ര നാളുകളായിട്ട് ബിറ്റ് കോയിൻ 1,00,000 മുകളിലുണ്ടായിരുന്നത് ബിറ്റ് കോയിനും ഇടിഞ്ഞു. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് ഗോൾഡ് 6 പോയിൻ്റ് ഇടിഞ്ഞു, $6. ഇന്ത്യ വിക്സ് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഡോ ഫ്യൂച്ചർ കാണാം. ഏർലി മോർണിംഗ് തന്നെ ഡോ ഫ്യൂച്ചർ 500 പോയിൻ്റ് അഥവാ 1% ഇടിവ്. ജപ്പാൻ മാർക്കറ്റ് 2%, ഓസ്ട്രേലിയ 1.5%, കൊറിയ 2.5%, ചൈന ഫ്ലാറ്റാണ്, ചൈന സ്ട്രോങ് ആണ്. ഇനി ഏറ്റവും കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്കും ഡോയും ഇടിഞ്ഞു. അതായത് ഓൾറെഡി തന്നെ ഡോ 3% ഇടിഞ്ഞിരുന്നു, ഇപ്പോൾ വീണ്ടും ഡോ 1% ഇടിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ നിന്ന് ഏകദേശം ഒരു 1.5%, ഒരു 2% അടുത്താണ് ഇപ്പോൾ ഡോ ഫ്യൂച്ചർ ഇടിഞ്ഞിട്ടുള്ളത്. അതായത് US മാർക്കറ്റ് ഇടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ട്രംപിൻ്റെ ഒരു പുതിയ തീരുമാനങ്ങളെല്ലാം തന്നെ അവിടുത്തെ രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ കൂടിയും ഇതൊരു ട്രേഡ് വാറിന് ഇത് വഴി തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു കാര്യം. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട്, ഇൻഡെക്സ് ഹെവി വെയിറ്റ് കമ്പനീസിൻ്റെ റിസൾട്ട് എല്ലാം തന്നെ വരുന്നുണ്ട്. എയർടെൽ, ITC, ഹീറോ മോട്ടോകോർപ്പ്, M&M തുടങ്ങിയ കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് വരും. പക്ഷേ ഓൾറെഡി തന്നെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് റിയാക്ട് ചെയ്യപ്പെടുന്ന ഒരു ആഴ്ചയായിരിക്കും. കാരണം എല്ലാ മാസം ആദ്യമാണ് നമുക്ക് ഓട്ടോ സെയിൽസ് റിപ്പോർട്ടുകളെല്ലാം തന്നെ വരുന്നത്. അപ്പോൾ ഐഷർ മോട്ടേഴ്സ് സെയിൽസ് 19% വർധനവ് രേഖപ്പെടുത്തി. MOL അവരുടെയും പ്രൊഡക്ഷൻ സെയിൽസ് 17% വർദ്ധിച്ചു. ആരതി ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 63% ഇടിഞ്ഞു. കോൾ ഇന്ത്യ അവരുടെ ടോട്ടൽ പ്രൊഡക്ഷൻ 0.8% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആനന്ദ് രാജ് നെറ്റ് പ്രോഫിറ്റ് 55% അപ്പായി. JR ഇൻഫ്ര നെറ്റ് പ്രോഫിറ്റ് 8% അപ്പായിട്ടുണ്ട്. ന്യൂജൻ കെമിക്കൽ നെറ്റ് പ്രോഫിറ്റ് 1 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഹീറോ മോട്ടോകോർപ്പ് സെയിൽസ് 2% ഉയർന്നു. 4.5 ലക്ഷം യൂണിറ്റ് അവർ സെയിൽ ചെയ്തിട്ടുണ്ട്. ലുപ്പിൻ കമ്പനി US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. ഇൻസ്പെക്ഷനിൽ വേറെ ഒരു ഒബ്സർവേഷൻസൊന്നും റൈസ് ചെയ്തിട്ടില്ല എന്നുള്ള തീരുമാനം. ആപ്പിയസ്റ്റ് മൈൻഡ് കമ്പനി പുതിയൊരു JVA ടെക്നോളജീസിനെ മിഡിൽ ഈസ്റ്റിലുള്ളൊരു കമ്പനിയാണ്, അവർ അക്വയർ ചെയ്തു. വിനാന്തി ഓർഗാനിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 21% ഉയർന്നു. ബഗേരിയ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 8 നിന്ന് 12 കോടി രൂപയിലേക്ക് ഉയർന്നു. ഗണേഷ എക്കോസ്ഫിയർ കമ്പനിയുടെ സെയിൽസ് വർദ്ധിച്ചതായിട്ട് ഇയർ ഓൺ ഇയർ കമ്പനിയുടെ സെയിൽസ് വർദ്ധിച്ചു. അപ്പെക്സ് ഫ്രോസൺ കമ്പനി അവരുടെയും സെയിൽസ് വർദ്ധിച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. ഇനി ഈ നമ്മളുടെ റിസൾട്ട് അനൗൺസ്മെൻറ്റും IPOയും മറ്റുള്ള ഡിവിഡൻഡ് നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഏതൊക്കെ കമ്പനിയുടെ ഡിവിഡൻഡ് ഏതൊക്കെ ദിവസം എന്നാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്, അതെല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ ലഭ്യമാണ്. ഫസ്റ്റ് കമ്പനി ഞാൻ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഇതാണ് ഇപ്പോഴുള്ള അപ്ഡേറ്റ്. US-ലെ ഒരു താരിഫ് വർധനവ് കാരണം എൻറ്റിയർ മാർക്കറ്റ് ഇടിഞ്ഞൊരവസ്ഥയിലാണുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ബഡ്ജറ്റിൻ്റെ ഇമ്പാക്റ്റുകളെല്ലാം തന്നെ മാറി അത് Q3 റിസൾട്ടിലേക്കും വീണ്ടും നമ്മളുടെ മോണിറ്ററി പോളിസിയിലേക്ക് മാറും. ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് FISൻ്റെ കാര്യം വളരെയധികം ഫോക്കസാണ്. ഒറ്റ മാസം കൊണ്ട് 87,000 കോടി ആണ് FIS ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സെല് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം എൻറ്റിയർ
കലണ്ടർ ഇയറിൽ സെല്ല് ചെയ്തതിൻ്റെ 1/3 ഒറ്റ മാസം കൊണ്ട് ആശാന്മാർ സെല്ല് ചെയ്തു. അപ്പോൾ അതും മാർക്കറ്റിൻ്റെ ഗതിയെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. താങ്ക് യു.